നമസ്കാരം. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് സുരേഷ് ഗോപി. തീപാറും ഡയലോഗുകളും ആക്ഷനുമൊക്കെയായി സിനിമയിൽ സജീവമാവുകയാണ് താരം. എന്നാൽ ഇടയ്ക്ക് വെച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും സജീവമായത്. നിലവിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ്. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം വരാനിരിക്കുകയാണ്. നടൻ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ വർഷമാണിത്. മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം നടൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. അടുത്ത കാലത്തായി കേരളത്തിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ താരാഘോഷത്തിലാണ് ഭാഗ്യയുടെ വിവാഹം നടന്നത്. ഇതിനു പിന്നാലെ താരകുടുംബത്തിൽ മറ്റൊരു വിവാഹം കൂടി നടന്നേക്കുമെന്ന് തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷിനെ പറ്റിയായിരുന്നു വാർത്തകൾ. അച്ഛനെ പോലെ സിനിമയിലേക്ക് ചൂടർപ്പിച്ചിരിക്കുകയാണ് മാധവ്. എന്നാൽ താരപുത്രൻ ഒരു പ്രണയത്തിലാണെന്നായിരുന്നു വാർത്തകൾ. അടുത്തിടെയായിരുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിവാഹത്തിന് മലയാളക്കര സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി മോഡി വരെ പങ്കെടുത്ത വിവാഹം 5 ദിവസത്തോളം നീണ്ടുനിന്ന ചടങ്ങുകളാണത്. ബിസിനസ്മാൻ ശ്രേയസ് മോഹൻ ആയിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയെ സ്വന്തമാക്കിയത്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി വളരെയധികം ബന്ധം ചെലുത്തുന്ന ആളായിരുന്നു ശ്രേയസ്. ഏറെക്കാലമായി ഗോകുൽ സുരേഷും ഭാഗ്യ സുരേഷുമായി നല്ല സൗഹൃദ ബന്ധത്തിലായിരുന്നു. ഭാഗ്യയുടെ വിവാഹത്തിന് പിന്നാലെയാണ് മാധവ് സുരേഷ് ഗോപിയുടെ ഒരു പോസ്റ്റ് ഏറെ ചർച്ചയായത്. തന്റെ അടുത്ത സുഹൃത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മാധവ് പോസ്റ്റ് പങ്കുവച്ചത്. വലിയ രീതിയിൽ ആ പോസ്റ്റ് ഏറെ ചർച്ചയാവുകയും ചെയ്തു. തന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് സെലിനെന്നും സെലിനാണ് തന്റെ ലോകമെന്നും മാധവ് കുറിപ്പിൽ പറയുന്നു. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരാളാണ് എന്റെ ലോകം. ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്തിനും ഉറച്ചു നിൽക്കുന്ന എന്നോടൊപ്പം നിന്ന ഒരാൾ എന്നായിരുന്നു സെലിനെ കുറിച്ച് മാധവ് കുറിച്ചത്. എന്നാൽ ഇപ്പോൾ മാധവിന്റെ ഇൻസ്റ്റയിൽ നിന്നും എല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ്. പകരം ചില കോട്സ് കോർത്തിണക്കി സ്റ്റാറ്റസ് ആണ് മാധവ് പങ്കുവച്ചത്. നിങ്ങളുടെ ദയ മുതലെടുക്കുന്ന ചില ആളുകൾ അതിനുള്ളത് കർമ്മ നൽകും എന്നാണ് മാധവ് കുറിച്ചത്. അവരിൽ ഭൂരിഭാഗവും എന്റെ ജീവിതത്തിന്റെ ഭാഗമായവരും ഏറ്റവും മോശമായത് അർഹിക്കുന്നവരുമാണ്. ഇതൊക്കെ ഒരു പെൺകുട്ടിയെ ഉദ്ദേശിച്ചാണെന്ന് മാധവ് കുറിച്ചിട്ടുമുണ്ട്. മാധവിന്റെ സ്റ്റാറ്റസുകൾ വൈറലായതോടെ ഇവർ പ്രണയത്തിലായിരുന്നോ അത് ബ്രേക്കപ്പ് ആയോ എന്നുള്ള ചോദ്യങ്ങളായി. എന്നാൽ ഒരാളെ ഉദ്ദേശിച്ചല്ല, ചൂഷണം ചെയ്യുന്ന എല്ലാവരെയും കുറിച്ചുള്ള പോസ്റ്റാണ് മാധവ് പങ്കിട്ടതെന്ന് വ്യക്തമാണ്. എന്റെ പ്രിയപ്പെട്ട ഹോമിയെ പരിചയപ്പെടുത്തുന്നു എന്നായിരുന്നു സെലിനൊപ്പമുള്ള ആദ്യ ചിത്രത്തിന് മാധവ് അന്ന് നൽകിയ തലക്കെട്ട്. പിന്നാലെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നു. എന്നാൽ ആ റിപ്പോർട്ടുകൾ മാധവ് നിഷേധിച്ചു. വീണ്ടും സെലിനൊപ്പം ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ പ്രണയത്തിലാണോ എന്ന ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തു. അടുത്തിടെ പുണ്യ എലിസബത്തിന്റെ വിവാഹത്തിനും സെലിന് ഒപ്പമാണ് ഗോകുൽ എത്തിയത്. കുറുമ്പിന്റെ കാര്യത്തിൽ തന്റെ 5 മക്കളിൽ മുന്നിൽ നിൽക്കുന്നത് മാധവാണെന്ന് സുരേഷ് ഗോപി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കുറുമ്പ് കൂടിപ്പോയ വിഷയമാണോ സ്റ്റാറ്റസിൽ കാണുന്നതെന്നും ചിലർ കമന്റുകൾ ഇടുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ആഘോഷിക്കാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവളാണ് എന്റെ ലോകം. പ്രതിസന്ധികളിലൂടെ പോകുകയായിരുന്ന എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പാറ പോലെ ശക്തമായി എനിക്കൊപ്പം നിന്നവൾ. ഒരു മനുഷ്യനെന്ന നിലയിലെ എന്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കി അത് പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അവൾ ഉറപ്പുവരുത്തും. അവളുടെ ചിരി എന്റെ ദിവസങ്ങളെ വെളിച്ചമുള്ളതാക്കുന്നു. അവളുടെ ശബ്ദം എന്റെ കാതുകൾക്ക് ഇമ്പമുള്ളതാണ്. അവളുടെ സാന്നിധ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സെലിനൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങൾ മാധവ് പങ്കുവച്ചിരുന്നത്. നിമിഷങ്ങൾക്കകം സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് നടി സെലിനുമായി പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. കേട്ടവരെല്ലാം അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് പോകേണ്ടതില്ല. സെലിൻ എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ല എന്ന് പിന്നാലെ മാധവ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സ്റ്റോറിയും വന്നിരിക്കുന്നത്.